ഒരുപാട് ഇഷ്ടമുള്ള കാര്യം തന്നെ ഒരുപാട് വട്ടം ചെയ്താൽ പിന്നെ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് അങ്ങ് പോകുമല്ലേ. അക്കണക്കിന് ഈ പറയുന്ന കാര്യം എന്താണെന്നറിയോ, അമ്പലത്തിൽ പോക്കും. എനിക്കിഷ്ടമായിരുന്നു കുഞ്ഞിലേ തൊട്ട് അമ്പലത്തിൽ പോകാനായിട്ട്. പക്ഷെ എൻ്റെ കെട്ടിയവന് ഒരു എന്താ പറയുക, ഒരു കടുത്ത ഈശ്വര വിശ്വാസിയാണ് കേസ്. എന്നും അമ്പലത്തിൽ പോക്ക് എനിക്ക് വയ്യ. ഇനി ഞാൻ അമ്പലത്തിലേക്ക് ഇല്ലാന്ന് പറഞ്ഞു തുടങ്ങി. ഞാൻ ഇനി അടുത്ത വട്ടം ഞാൻ പോകുന്നുള്ളൂ. കാര്യം വന്ന് ഈ 2 മാസം എന്നെ അമ്പലത്തിൽ കൊണ്ടുപോക്കായിരുന്നു. ഇനി അടുത്ത 1 വർഷത്തേക്കുള്ള ഞാൻ ഇപ്പം പോയിട്ടുണ്ട്. ഇനി അടുത്ത വർഷമേ ഞാൻ അമ്പലത്തിൽ പോകുന്നുള്ളൂ. സത്യം, ഒരുപാട് വട്ടം നമ്മൾ എത്ര ഇഷ്ടമുള്ള കാര്യം ചെയ്താലും നമുക്കൊരു മടുപ്പ് തോന്നും, ഒരു ആവർത്തന വിരസത. അതിപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അമ്പലത്തിൽ പോക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള അമ്പലം കേട്ടോ അത്. അപ്പോൾ ആള് വരുമ്പം ആളുടെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തോളം കുറേ അമ്പലങ്ങൾ ഉണ്ടായിരിക്കും ലിസ്റ്റ്. അവിടെയെല്ലാം ഒരു വട്ടം പോയാൽ മതി. ഒരു വട്ടമെങ്കിലും പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ അവരുടെ ആഗ്രഹം നിറവേറ്റുക നമ്മുടെ കൂടി കർത്തവ്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം പോയ അമ്പലങ്ങളൊന്നും എനിക്ക് വലിയ പരിചിതമല്ല, കാരണം ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷേ ഇത് എനിക്കിഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഇണ്ടളയപ്പൻ ക്ഷേത്രമാണ്. നല്ല ക്ഷേത്രമാണ്. എനിക്ക് എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള അമ്പലത്തിൽ പോകാനാണ് ഇഷ്ടം. കാരണം കാണുമ്പോൾ മനസ്സിന് നല്ല കുളിർമ. വലിയ കെട്ടിടങ്ങൾ വേണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ച് പഴമയൊക്കെ നിലനിൽക്കുന്ന അമ്പലം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുളവും അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഞങ്ങൾ ആ ഒരു അമ്പലത്തിലാണ് അവസാനം വന്നത്. എൻ്റെ ഇഷ്ടത്തിലാണ് ഇവിടെ വന്നത്. മറ്റ് 2 അമ്പലങ്ങളായിരുന്നു ഏട്ടന് ഇഷ്ടം. അവിടെ 2 സ്ഥലത്ത് ഞാൻ ചേട്ടന് വേണ്ടി ചെന്നു. ഇവിടെ ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതുകൊണ്ട് നിന്നപ്പോൾ തന്നെ നല്ല വയനയിലേപ്പത്തിൻ്റെ മണം അടിക്കുന്നുണ്ട്. എൻ്റെ കെട്ടിയുന്നത് എവിടെ നിന്നാണ് പറഞ്ഞത് നിമിഷം നേരം കൊണ്ട് കണ്ടെത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ നിൽക്കുവാണ്, നമുക്ക് മിക്കവാറും വയനയിലേപ്പം കിട്ടും, നമുക്കത് മേടിച്ചിട്ട് പോയാൽ മതി, അവരവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. കാര്യം ആവി വന്നപ്പോൾ നല്ല കുമ്മിളപ്പോ അങ്ങനെയൊക്കെയാ മറ്റുള്ള സ്ഥലത്തൊക്കെ പറയും. നമ്മൾ പറയുന്ന വയനയിലേപ്പം, നമ്മൾ ഇല വെച്ചിട്ട് ഈ സംഭവം, ഇത് തന്നെയാ സംഭവം. അങ്ങനെ എന്തായാലും വെയിറ്റ് ചെയ്ത് ഒരു 8:30 മണി വരെ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഒരു 3 എണ്ണം വെച്ച് തന്നു കേട്ടോ. ഒരാൾക്ക് എനിക്കും കിട്ടി, എൻ്റെ കെട്ടിയവനും കിട്ടി. അങ്ങനെ മിഷൻ സക്സസ്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് അമ്മയ്ക്കുള്ളതും കൊണ്ട് ഞങ്ങൾ പോവുക കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇല്ല കഴിഞ്ഞിട്ടില്ല. ടാറ്റ ബൈ ബൈ പറയണ്ടേ. ഇതേ പോവാട്ടോ അമ്പലത്തിൽ നിന്ന് വിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.